ശ്രീ ബിനിമോൻ. സർ, ഊരാളുങ്കൽ സൊസൈറ്റി വഴി നിർമ്മിക്കുന്ന പ്രവൃത്തികളുടെ നിർമ്മാണ മേൽനോട്ട ചുമതല അവരുടെ സ്വന്തം എഞ്ചിനീയർമാർക്കാണോ? പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് വ്യക്തമാക്കാമോ? ഇല്ലെങ്കിൽ ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെങ്കിലും വകുപ്പിൻ്റെ കർശന നിരീക്ഷണവും ഉറപ്പുവരുത്താമോ എന്ന് ചോദിക്കുന്നു. സർ, സാധാരണ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ നിരീക്ഷണം ഒക്കെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള എഞ്ചിനീയർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും, കരാറുകാർ അവരുടെ കോൺട്രാക്ടർമാർ അവർ എഞ്ചിനീയർമാരെ സൈറ്റിൽ വെക്കുന്നുണ്ടാവും. പക്ഷേ ഔദ്യോഗികമായിട്ട് എല്ലാ കാര്യങ്ങളും പൊതുമരാമത്ത് വകുപ്പ് ആണ് നിരീക്ഷിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാറേ, ഊരാളുങ്കൽ സൊസൈറ്റി വഴി നിർമ്മിക്കുന്ന ചില പദ്ധതികളിൽ ചെലവ് വർധനയും കാലതാമസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പ്രസ്തുത സൊസൈറ്റി ഏറ്റെടുക്കാറുണ്ടോ? ആയതുമൂലം സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടം സൊസൈറ്റിയിൽ നിന്നും ഈടാക്കാൻ നടപടി സ്വീകരിക്കുമോ? കാലതാമസം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സാധാരണ ഒരു എഗ്രിമെൻ്റ് കാലാവധി ഉണ്ട്. ആ കാലാവധിക്കകം പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കും, അത് ഫൈനോട് കൂടി കൊടുക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ. എവിടെയെങ്കിലും വർക്കിന് ബുദ്ധിമുട്ടും പ്രയാസം നേരിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഗ്രിമെൻ്റ് കണ്ടീഷൻ പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. സർ, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പൊതുമരാമത്ത് വകുപ്പിൻ്റെ 165 പ്രവൃത്തികളിൽ റോഡ് വിഭാഗത്തിൽ 61 പ്രവൃത്തികളാണ് ഉള്ളത്. 46 പ്രവൃത്തികൾ കിഫ്ബി പ്രവൃത്തികളാണ്. സർ, കൈവശമുള്ള പ്രവൃത്തികളിൽ ഭൂരിഭാഗം പ്രവൃത്തികളും അവിടുത്തെ കോഴിക്കോട് ജില്ലയിലാണ് നടക്കുന്നത്. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 165 പ്രവൃത്തികളിൽ 40ഓളം പ്രവൃത്തികൾ മന്ദഗതിയിലാണ്. കാരണം വർക്കിലോട് കൂടി. മുമ്പ് ഒരു ഏരിയ മാത്രം, ഇപ്പോൾ കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാവിധ പ്രദേശങ്ങളിലും വർക്ക് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവിടെ പ്രവർത്തനങ്ങളിൽ വർക്കുകളിൽ ഒരു മന്ദീഭവനം വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ അവിടെ ബന്ധപ്പെട്ട അതിൻ്റെ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഭാരവാഹികളെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ഈ പ്രവൃത്തി വളരെ വളരെ മന്ദഗതിയിലായതുകൊണ്ട് പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.